ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. വിച്ച് ഈസ് ദി ഹോളി ബുക്ക് ഓഫ് ഇസ്ലാം റിലീജിയൻ? ഖുറാൻ അല്ലെ. വിച്ച് ഈസ് ദി ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻ റിലീജിയൻ? ബൈബിൾ. വിച്ച് ഈസ് ദി ഹോളി ബുക്ക് ഓഫ് ഹിന്ദു റിലീജിയൻ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഒരു സംശയം തോന്നാം. മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത അങ്ങനെ പോകും. പക്ഷെ ഇതൊന്നുമല്ല. വേദങ്ങൾ, അതാണ് ഹിന്ദു റിലീജിയന്റെ ഹോളി ബുക്ക് എന്ന് പറയുന്നത്. 1500 BCE കാലഘട്ടത്തിലാണ് വേദങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. കുറച്ചെങ്കിലും വേദങ്ങളെ കുറിച്ച് അറിവ് നേടിയവർക്ക് അറിയാൻ പറ്റും എത്രമാത്രം പുരോഗമന ചിന്താഗതിയോടെയാണ് നമ്മുടെ ഋഷിവര്യന്മാർ ഇതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന്. 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പണ്ടൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഋഷിവര്യന്മാർ, ഇവർക്കൊക്കെയായിരുന്നു വേദങ്ങൾ പ്രാപ്യമായിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഏതൊരു സാധാരണക്കാരനും വേദങ്ങളെ കുറിച്ച് അറിവ് നേടാനുള്ള സാഹചര്യം ഇന്നുണ്ട്, അല്ലെ? നമ്മുടെ ലൗകിക ജീവിതത്തിൽ, അതായത് ഓർഡിനറി ലൈഫിൽ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത കൊണ്ടുവന്ന് എങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷകരവും വിജയകരവുമായി ജീവിക്കണമെന്ന് ഇവ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാത്തിലും തന്നെ സനാതന ധർമ്മത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ കഥാരൂപത്തിലാണെങ്കിൽ ഇതിഹാസങ്ങളിൽ അനുഭവ രൂപത്തിലാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. വേദങ്ങളിലാകട്ടെ സന്ദേശ രൂപത്തിലും ഉപനിഷത്തുകളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ രൂപത്തിലുമാണ് സനാതന ധർമ്മം വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ധാരയതീതി ധർമ്മ, ധാരണാത് ധർമ്മ. അതായത് ഏതൊന്നാണോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, മാർഗനിർദ്ദേശം തരുന്നത്, നന്മയിലേക്ക് നയിക്കുന്നത്, ഏതൊന്നിന്റെ വിസ്താരത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടത്, അതാണ് ധർമ്മം. ഒരാളുടെ കർത്തവ്യം, അവകാശം, ഉത്തരവാദിത്തം, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ധർമ്മം. ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട 4 ധർമ്മങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിധർമ്മം, രാഷ്ട്രധർമ്മം, സമൂഹധർമ്മം, കുടുംബധർമ്മം എന്നിവയാണ്. അതിനകത്ത് തന്നെ മാതൃധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, പുത്രിധർമ്മം, അങ്ങനെ പോകുന്നു പല ധർമ്മങ്ങളും. നമ്മുടെ കർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുക, അങ്ങേയറ്റം സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു പോരുക, അത് തന്നെയാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.